ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് അടിപൊളി ഒരു കഞ്ഞിയുടെ റെസിപ്പിയാണ്. നമ്മൾ ഫുഡ് ഉണ്ടാക്കാൻ മടി പിടിച്ച് ഇരിക്കുമ്പോഴും അതുപോലെ എവിടെയെങ്കിലുമൊക്കെ യാത്ര പോയിട്ട് തിരിച്ചു വന്നിട്ട് ഫുഡ് ഉണ്ടാക്കാൻ സമയം കിട്ടാത്തപ്പോഴും നല്ല ജോലി കൂടുതലും കൊണ്ട് നമുക്ക് ഫുഡ് ഉണ്ടാക്കാൻ സമയം കിട്ടില്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ടേസ്റ്റി ആയിട്ടുള്ളൊരു കഞ്ഞിയാണിത്. നിങ്ങൾ ഒരു തവണ ഇങ്ങനെ ഉണ്ടാക്കിയാൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഉണ്ടാക്കി കഴിക്കും. അത്രയ്ക്ക് ടേസ്റ്റാണ്, ഹെൽത്തിയാണ്, ഈസിയാണ്, നല്ല ടേസ്റ്റിയാണ്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. തങ്കമ്മസ് ഫാമിലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ കഞ്ഞി ഉണ്ടാക്കാനായിട്ട് നമുക്ക് 1 ഗ്ലാസ് കുത്തരിയും 1 ഗ്ലാസ് ചെറുപയറുമാണ് ആവശ്യം. കുത്തരി എന്ന് വെച്ചാൽ റെഡ് ബോൾഡ് റൈസ്, അതും 1 ഗ്ലാസ് ചെറുപയറും. ഇത് ഞാൻ എടുത്തിരിക്കുന്ന ഗ്ലാസ് 150 മില്ലിയുടെ ഒരു ഗ്ലാസ്സിലാണ് അളവെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ആൾ കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ വലിയ ഗ്ലാസ്സോ അല്ലെങ്കിൽ അളവ് കൂടുതലായിട്ടോ എടുക്കാം. രണ്ടും കൂടി ഒന്നിച്ച് നമുക്ക് ഒരു പാത്രത്തിലിട്ട് നന്നായിട്ട് കഴുകിയെടുക്കാം. അതിന് കല്ലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് എടുക്കുക. എന്നിട്ട് കുക്കറിലേക്ക് മാറ്റാം. എന്നിട്ട് 1 ഗ്ലാസ്സിന് 4 ഗ്ലാസ് വെള്ളം എന്ന അളവിൽ 2 ഗ്ലാസ്സിന് നമുക്ക് 8 ഗ്ലാസ് വെള്ളം വെച്ചിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത്. ഇത് ഫുള്ളൊരു ഇട്ടിട്ടൊരു വിസിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ലോയിലേക്ക് ഇട്ട് 10 മിനിറ്റ് വെച്ചിട്ട് ഇതാ എടുക്കുമ്പോൾ ഇതുപോലെ ഇരിക്കും. നമ്മൾ കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. കുക്കറിൻ്റെ വേറെ കമ്പനി അനുസരിച്ച് ആ ടൈമിൽ കുറച്ച് വ്യത്യാസം വരും. ഇപ്പോൾ ഇത് നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെ കുറച്ച് ലൂസായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിലും ഇത് പിന്നീട് കുറച്ചുകൂടെ ഒന്ന് കുറുകി വരും. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനായിട്ട് നിങ്ങൾക്ക് തേങ്ങാപ്പാൽ വേണമെങ്കിൽ ചേർക്കാം. ഞാനിവിടെ തേങ്ങ, അല്പം ജീരകം, ഒരു 1/4 ടീസ്പൂണ് ജീരകവും കൂടെ ചേർത്തിട്ട് അരച്ചിട്ട് ചേർക്കുകയാണ്. തേങ്ങയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. എന്നാലും ഒരുപാട് കൂടുതൽ ഇടാതിരിക്കുന്നതാണ് നല്ലത്. ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇടാം. ഇനി നിങ്ങൾക്ക് തേങ്ങാപ്പാൽ വേണമെങ്കിൽ ഉപയോഗിക്കാം. അല്പം ജീരകവും കൂടെ ചേർത്തിട്ട് ഒന്ന് അവിയലിനൊക്കെ അരയ്ക്കുന്ന കണക്ക് ഒന്ന് അരച്ചിട്ട് അതിലേക്ക് ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ചൂടാക്കണം. നല്ലതുപോലെ ഇളക്കി ഒന്ന് ചൂടാക്കുക. വെള്ളം നിങ്ങൾക്ക് ഇത്രയും വെള്ളം കഞ്ഞിക്ക് വേണ്ടെങ്കിൽ നമ്മൾ ആദ്യം വയ്ക്കുന്ന 8 ഗ്ലാസ് വെള്ളത്തിൽ 7 ഗ്ലാസ് വെള്ളം വെച്ചാൽ മതി. ഇനി വെള്ളം കൂടുതൽ വേണമെങ്കിൽ രണ്ടാമത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു താളിപ്പുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നെയ്യ് ചേർത്ത് കഴിക്കാൻ ഇഷ്ടമാണെങ്കിൽ നെയ്യ് എടുക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. അതിലേക്ക് കുറച്ച് ജീരകം, അത് 2 നുള്ളി ജീരകം ഇട്ട് 3-4 വറ്റൽമുളകും ഒരു 10 ചെറിയ ഉള്ളിയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് ഒന്ന് മൂപ്പിച്ചിട്ട് കഞ്ഞിയിലേക്ക് ചേർക്കാം. ഇതെല്ലാം ഒന്ന് ഉള്ളി നല്ലതുപോലെ ഒന്ന് ചുവന്ന് വരണം. അത് നെയ്യ് എടുക്കുമ്പോൾ ആ നെയ്യിൽ കിടന്നിട്ട് ഉള്ളി മൂക്കുമ്പോൾ ഉണ്ടല്ലോ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതെല്ലാം കൂടി ഇനി അതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇപ്പോൾ നമ്മുടെ സ്റ്റൗ ഓഫാണ്. ഇനി ചൂടാക്കൊന്നും വേണ്ട. ആദ്യം തേങ്ങ ചേർത്ത് നല്ലതുപോലെ ചൂടാക്കിയതിന് ശേഷം മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ കഞ്ഞി. ഈ കഞ്ഞിക്ക് സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ എൻ്റെ കയ്യിൽ ഇഞ്ചിക്കറി ഉണ്ട്, കൂടാതെ ഉപ്പും മുളകും ഉണ്ട്. ഉപ്പും മുളകും എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ വറ്റൽമുളക് അല്പം എണ്ണയിലിട്ടൊന്ന് വറുത്തതിന് ശേഷം ചെറിയ ഉള്ളിയും ഉപ്പും കൂടെ ചേർത്തിട്ട് മിക്സിയിൽ വെച്ചൊന്ന് ക്രഷ് ചെയ്യുന്നു. അതിലേക്ക് പപ്പടം, ചുട്ടെടുത്ത പപ്പടം കൂടി പൊടിച്ചെടുത്തതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇത് കഞ്ഞിയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. വെളിച്ചെണ്ണ തീർച്ചയായിട്ടും ഒഴിക്കണം. അതുപോലെ തന്നെ പപ്പടം ചുട്ട് തന്നെ ഉപയോഗിക്കണം. ഇതെല്ലാം കൂടെ ഉള്ള മിക്സ് ഉണ്ടല്ലോ നല്ല ടേസ്റ്റാണ്. പുളി വേണമെന്നുള്ളവർക്ക് ഒരല്പം പുളി കൂടി ചേർക്കാം. കണ്ടോ, നല്ല ടേസ്റ്റാണിത്. ഇത് കൂട്ടിയിട്ട് നമുക്ക് കഞ്ഞി കുടിക്കാം. പിന്നെ ഞാൻ ഇഞ്ചിക്കറിയും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഈ കഞ്ഞി ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഒരു ലൈക്ക് തരണേ. അതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാനും മറക്കരുത്. ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് എല്ലാവരും ഈ ചാനലൊന്ന് സപ്പോർട്ട് കൂടി ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. മറ്റൊരു റെസിപ്പിയുമായി വരുന്നവരെ സ്റ്റേ ഹെൽത്തി ആൻഡ് ഹാപ്പി. താങ്ക് യു.